വന്യമൃഗങ്ങളെ പിടികൂടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്ക് അരിക്കൊമ്പൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഇതിന് പിടികൂടുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. മറ്റൊന്ന് അവർക്കുള്ള സഹായധനം. ഈ രണ്ട് മാർഗങ്ങളല്ലാതെ അപ്പോൾ പിന്നെന്താണ്? വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് കൂടിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു കൂട്ടി അവരുടെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ യോഗം 1-2 ദിവസത്തിനകം തന്നെ നടക്കുന്നതാണ്. മന്ത്രിതല സംഘം തന്നെ വയനാട് സന്ദർശിക്കും. അവരുടെ ഒരു ആവശ്യം അതാണ്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഈ പ്രാഥമികമായി ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അത്തരം വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ്. പിന്നെ അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും കഴമുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാരിന് യാതൊരു വൈമുഖ്യവുമില്ല. അല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ എയർ ലിഫ്റ്റ് സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കി. എയർ ലിഫ്റ്റിങ്ങിന് പ്രയാസം സംഭവിച്ചു. എന്നാലും സമാന്തരമായി തന്നെ റോഡ് വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2 SP-മാർക്ക് ചുമതല കൊടുത്തു. റോഡ് ബ്ലോക്ക് ചെയ്തു. പരമാവധി വേഗത്തിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അതിനകത്ത് ഒരു ആശങ്ക, അതങ്ങനെയല്ല എന്നൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പരാതി ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുന്നതാണ്. അല്ല, അത് അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഏറ്റവും നല്ല വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമായി സർക്കാർ ആശുപത്രി തന്നെയുണ്ട്. ആ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാമെന്നാണ് അന്നേരം ആലോചിച്ചത്. വഴിനീളെയുള്ള ആശുപത്രികളെ കുറിച്ചല്ലല്ലോ ആലോചിച്ചത്. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ഈ പോളിന് അടക്കം ആക്രമണം ഉണ്ടാകുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അല്ല, സ്വകാര്യ ചികിത്സ ചെയ്യുന്നവരുടെ കാര്യത്തിൽ പിന്നെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ചെലവിൻ്റെ പ്രശ്നമൊന്നും ഈ കേസിൽ ഉത്ഭവിക്കുന്നില്ല. അല്ല, മിംസിലേക്ക് മാറ്റുന്ന നമ്മൾ അതിങ്ങനെ പല നല്ല ആശുപത്രി ഉണ്ടല്ലോ. അന്നേരം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും അന്നേരം തോന്നിയത് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ പറ്റിയ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ്. അത് ഡോക്ടർമാരുടെ നിഗമനമാണ്. ആ ഡോക്ടർമാരുടെ നിഗമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിലപാട് നമ്മളെ പോലുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് അല്ല, അവിടുത്തെ ജനങ്ങളാണല്ലോ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമല്ലേ ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. ആ പരിശോധനയിൽ അവിടെ നിന്നുള്ള ചികിത്സ പോരാ, നല്ല കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തി. അത് എത്രയും പെട്ടെന്ന് ആ രോഗിയെ, ആ പരിക്കേറ്റ വ്യക്തിയെ, പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനപ്പുറം ഈ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടെ, ആ ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൂടെ എന്ന പലതരം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഡോക്ടർമാർക്ക് തോന്നിയത് നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗവും നല്ല വിദഗ്ധ ഡോക്ടർമാരും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നുള്ള നിഗമനത്തിലാണ് അവരെത്തിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ മെഡിക്കൽ. അല്ല, അത് നമ്മുടെ ഊഹയല്ലേ. സർക്കാർ എടുക്കാൻ. അല്ല, അത് നമ്മുടെ ഊഹയല്ലേ. അവിടെ അല്ലല്ല, അങ്ങനെയാണല്ലോ ഇത്. അല്ല, അവിടുത്തെ ഡോക്ടർ അല്ല അത് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ചോദ്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാൻ നല്ലതെന്ന നിഗമനത്തിൽ. അതൊരു നിഗമനമാണ്. ആ നിഗമനത്തിൽ എത്തിച്ചേർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംശയത്തിൻ്റെ അളവ് പോലും വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ താങ്കളോട് പറഞ്ഞതുപോലെ മനഃപൂർവ്വമായ ഒരു അശ്രദ്ധ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം, ആശങ്ക സ്വാഭാവികമായും കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അതിനാവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്.